Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ലോഞ്ച് ചെയ്ത iQOO 90 ആണ്. അപ്പോൾ നമുക്ക് ഇത് ആക്ച്വലി കുറച്ച് ഡിലേഡ് ആണ് ബോക്സ് കിട്ടിയത്. ഇൻഫാക്ട് ഇതൊരു സീൽഡ് ബോക്സ് അല്ല, ഓൾറെഡി ഓപ്പൺഡ് ബോക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അൺബോക്സിംഗ് നേരത്തെ ചെയ്യാതിരുന്നത്. ഓൾറെഡി അൺബോക്സ്ഡ് ഡിവൈസ് ആണ്, അപ്പോൾ കംപ്ലീറ്റ്ലി സീൽഡ് അല്ല. എങ്കിലും ഇന്ന് ലോഞ്ച് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ഡിവൈസിനെ കുറിച്ച് കൂടുതൽ പറയാം. അൺബോക്സിംഗ് നമ്മൾ വളരെ ഷോർട്ടാക്കി ചെയ്തിട്ട് ബാക്കി ഡിവൈസിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് iQOO 90 ബോക്സ് പാക്കേജ്. ടിപ്പിക്കൽ iQOOന്റെ ബോക്സ് പാക്കേജ് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വളരെ ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ഡിവൈസിനെ കുറിച്ച് പറയാം, ക്യാമറ സാമ്പിൾസ് കാണിക്കാം, അതേപോലെ ഇതിൻ്റെ ഒരു പെർഫോമൻസും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് iQOO 90 അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് iQOO 90 ബോക്സ് പാക്കേജ്. ഇവിടെ നമുക്ക് BMW മോട്ടോർ സ്പോർട്ടിൻ്റെ പ്രീമിയം പാർട്ട്ണർ എന്ന് എഴുതി കാണാം, iQOO 90 എഴുതി കാണാം. പിന്നെ ബാക്കിൽ ബാക്കി ഡീറ്റെയിൽസ് പ്രൈസ് ഞാൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി പ്രൈസിങ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. 8GB റാമും 12GB റാമാണ് വരുന്നത്. 8GB റാം പ്ലസ് 128GB സ്റ്റോറേജിന് 49,999 ആണ്. കാർഡ് ഓഫേഴ്സൊക്കെ ചേർത്ത് 45,999 കിട്ടും. മറ്റേ 12GB റാം വേരിയൻറ്റിന് 54,999 ആണ്. അത് നിങ്ങൾക്ക് 50,999 കാർഡ് ഓഫേഴ്സിൽ കിട്ടും. 4,000 രൂപ കാർഡ് ഓഫേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് 5G LTE 5G ബാൻഡ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ബാൻഡ്സും ഉണ്ട്. നമുക്കിവിടെ ബാക്കി ഡീറ്റെയിൽസ് സാർ വാല്യൂ 1.19 ആണ്. ഹെഡ് സാർ ബോഡി സാർ 1.24 ആണ് വരുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 12GB റാമും 256GB സ്റ്റോറേജുമാണ്. ആൽഫ എന്ന് പറഞ്ഞ കളറാണ്. പിന്നെ അതിൻ്റെ കൂടാതെ തന്നെ ഒരു വൈറ്റ് കളറിൻ്റെ മോട്ടോർ സ്പോർട്ടിൻ്റെ ലെജൻഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് തുറക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ഓൾറെഡി തുറന്ന ബോക്സാണ്, അതുകൊണ്ട് ജസ്റ്റ് ബ്രീഫായിട്ട് കാണിക്കാം. ഇതിനകത്ത് വരുന്നത് നമുക്ക് കുറച്ച് മാനുവൽ വാറൻറ്റി ഇൻഫർമേഷനൊക്കെയാണ് ഉണ്ടല്ലേ. മോട്ടോർ സ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള മാനുവൽ വാറൻറ്റി ഇൻഫർമേഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു കേസാണ് കൊടുക്കുന്നത്, നല്ലൊരു TPU കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ ചാർജിങ് കേബിളാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന 120 വോട്ട് അഡാപ്റ്ററാണ്. അതുകൊണ്ടല്ലേ ഫ്ലാഷ് ചാർജ്, വിവോ ഫ്ലാഷ് ചാർജ് 120 വോട്ട് എന്നാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഒരു എന്താ പറയുക USB Type-C to 3.5mm ഓഡിയോ ജാക്കാണ്. അതായത് നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് വഴി പാട്ട് കേൾക്കണമെങ്കിലുള്ള കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് iQOO 90. അപ്പോൾ നമുക്ക് കാണാൻ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ്, ഗ്ലാസ് ഫിനിഷാണ്. ഇവിടെ നമുക്കൊരു പാറ്റേൺ കാണാം, ഒരു പാറ്റേൺ കാണാം. അതിനകത്താണ് ക്യാമറ ലേഔട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് കളറിലും ഈ പാറ്റേൺ സെയിം ആണ്, താഴത്തെ ഇത് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഇവിടെ ബ്ലാക്ക് ആണ് ആൽഫ എന്ന് പറഞ്ഞ കളർ. ലെജൻഡ് ആകുമ്പോൾ ഇവിടെ വൈറ്റും BMW മോട്ടോർ സ്പോർട്ടിൻ്റെ ലോഗോയും കാണാം. iQOO എന്ന് പറഞ്ഞ ബ്രാൻഡിങ് കാണാം. ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. മൂൾ ഭാഗത്ത് ഓപ്പണിംഗ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. ഇവിടെ സിം ട്രേ കാണാം. അതേപോലെ USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് എന്ന സൈഡിൽ. പിന്നെ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. ഇതുണ്ടല്ലോ, ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഈ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പവേർഡ് ബൈ V1+ ചിപ്പാണ്. അതായത് iQOOന്റെ കസ്റ്റം ചിപ്പാണ്, ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിവിടെ എഴുതിയത് കാണാം. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് up to 20x ഡിജിറ്റൽ സൂം ഉണ്ട്. പിന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് ഞാൻ വിശദമായി പറയാം. അപ്പോൾ ഇതാണ് ഡിസൈൻ ആസ്പെക്ട്. നല്ലൊരു ഡിസൈനാണ്. ബെസൽസ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. ഗ്ലാസ് ഫിനിഷ് ആയിട്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി. അപ്പോൾ ഇതാണ് ഡിവൈസ്. നമുക്ക് കാണാം ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. ബെസൽസ് ആണെങ്കിലും മിനിമലായിട്ടാണ് വെച്ചിരിക്കുന്നത്. E5 AMOLED ഡിസ്പ്ലേ ആണ്, വളരെ നല്ല ക്വാളിറ്റി AMOLED ഡിസ്പ്ലേ ആണ്. നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. നല്ലൊരു സ്മൂത്ത് ട്രാൻസിഷനാണ്, വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. നല്ല ഒരു യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. നല്ലൊരു വൈബ്രൻറ്റും അതേപോലെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു സ്മൂത്ത് ഫീലിംഗ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സിലൊന്ന് കാണിച്ചു തരാം. സ്ക്രീൻ റിഫ്രഷ് ചെയ്തിട്ടുണ്ടല്ലേ, 60 Hz, 120 Hz അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് സ്വിച്ച് എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് റിഫ്രഷ് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഡാർക്ക് മോഡ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഡാർക്ക് മോഡ് അവൈലബിൾ ആണ്. അതുണ്ടല്ലേ ഡാർക്ക് തീം. ഇപ്പോൾ ഞാൻ ഡാർക്ക് തീമിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കി എന്താ പറയുക സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് iQOOന്റെ ഫൺ ടച്ച് OS ആണ് വരുന്നത്. ഇൻഫാക്ട് വിവോൻ്റെ ഫൺ ടച്ച് OS ആണ്. എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഫൺ ടച്ച് OS 12 ആണ്. ഇതിൻ്റെ പവർ ചെയ്തിരിക്കുന്നത് 3.2 GHz ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പാണ്. ഏറ്റവും പവർഫുള്ളായ ചിപ്പാണ്. 12+4GB റാമാണ് വരുന്നത്. 4GB വെർച്വൽ റാം, അഡീഷണൽ റാം ഓപ്ഷനാണ്. 12 ആണ് ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 256GB സ്റ്റോറേജ് ആണ്.
പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പറയുന്നത് നമ്മൾ iQOO ഫോണിൽ കാണുന്ന അതേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ. നമുക്ക് ഡൈനാമിക് എഫക്ട്സ് ഉണ്ട്, ഒരുപാട് ആനിമേഷൻ ഓപ്ഷൻസ് ഉണ്ട്, അതേപോലെ ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് റെഗുലറായി കിട്ടുന്ന എല്ലാ ഓപ്ഷനും തന്നെ അൾട്രാ ഗെയിം മോഡ് ഉണ്ട്. ഇത് ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസാണ്, അതുകൊണ്ട് തന്നെ ഗെയിം മോഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഗൂഗിളിൻ്റെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ വെൽബീയിങ്, പാരൻ്റൽ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ ബേസിക് ഓപ്ഷൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്, പക്ഷേ ബ്ലോട്ട് വേസ് കുറച്ചുണ്ട്, ഡെഫിനറ്റ്ലി ബ്ലോട്ട് വേസ് കുറച്ചുണ്ട്, പക്ഷേ റിലേറ്റീവ്ലി കുറവാണെന്ന് പറയാം. കുറച്ച് ബ്ലോട്ട് വേസ് ഒബ്വിയസ്ലി ഉണ്ട്, പക്ഷേ റിലേറ്റീവ്ലി കുറവാണ്. ഫോൺ പേ ഇൻസ്റ്റാൾഡ് ആണ്, അതേപോലെ നെറ്റ്ഫ്ലിക്സ്, ലിങ്ക്ഡിൻ അങ്ങനത്തെ ആപ്സൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് എനിക്ക് തോന്നി. ബൈജൂസ് ആപ്പും ഉണ്ട്, അങ്ങനെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്, എങ്കിലും അത് ബ്രാൻഡ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ എല്ലാ ബ്രാൻഡ്സും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. എനിക്കൊന്നും കുഴപ്പമില്ലാത്ത നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, നല്ല സ്മൂത്ത്. ഇപ്പോൾ ഞാൻ ഒരു 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വലിയ ലാഗ്സോ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല. കാരണം ലാഗ്സ് ഉണ്ടാവാൻ ചാൻസേ ഇല്ല, കാരണം ക്വാൾകോമിൻ്റെ ഏറ്റവും പവർഫുൾ ചിപ്പാണ്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ബഗ്സ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഇതിൻ്റെ ലിമിറ്റഡ് യൂസേജിൽ ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യാം, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി പറയാം. പക്ഷേ എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ക്യാമറ നമുക്ക് വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു പ്രൈമറി 50 MP GN5 സെൻസറാണ്, സാംസങ്ങിൻ്റെ ഐസോസെൽ സെൻസറാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇതൊരു 13 MP അൾട്രാ വൈഡാണ്. പിന്നെ നമുക്ക് ഇവിടെ 12 MP ടെലിഫോട്ടോ ലെൻസാണ്. അത് അപ് ടു 2x ഓപ്റ്റിക്കൽ സൂമും അപ് ടു 20x ഡിജിറ്റൽ സൂമാണ് ഓഫർ ചെയ്യുന്നത്. ഡിജിറ്റൽ സൂം ഫോട്ടോസിനും 10x ഡിജിറ്റൽ സൂമാണ് വീഡിയോസിനും ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. ഇവിടെ നമുക്കൊരു എന്താ പറയുക 16 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറ UI നോക്കുകയാണെങ്കിൽ നമുക്ക് ടിപ്പിക്കൽ ക്യാമറ UI ആണ്, iQOOൻ്റെ ടിപ്പിക്കൽ ക്യാമറ UI ആണ് വരുന്നത്. വീഡിയോ റെക്കോർഡിംഗ് 4K 60 FPS വരെ സപ്പോർട്ടഡ് ആണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്നത്. 16 MP സെൽഫി ക്യാമറ. പിന്നെ അഡീഷണൽ മോഡ്സ് ഉണ്ട്, നൈറ്റ് മോഡ്, ടൈം ലാപ്സ്, ഡ്യുവൽ വീഡിയോ, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം iQOO 9T എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടു ക്യാമറ. കുറച്ചൊന്ന് വൈബ്രൻറ്റ് കളേഴ്സാണ്, ചെറിയ രീതിയിൽ സാച്ചുറേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടെന്ന് പറയാം. പക്ഷേ അത് എല്ലാ iQOO ഫോൺസും അങ്ങനെ തന്നെ സാധാരണ വരാറ്, കുറച്ചൊരു സാച്ചുറേറ്റഡ് ഇമേജസ് ആണ് വരാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ചെറിയ സാച്ചുറേഷൻ ഡെഫിനറ്റ്ലി കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് 120 വാട്ട് ചാർജിങ് ആണ്. ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4700 mAh കപ്പാസിറ്റി ബാറ്ററിയും 120 വാട്ട് ചാർജിങ് ആണ്. അറൗണ്ട് 19 മിനിറ്റ്സ് ആണ് ചാർജ് ചെയ്യാൻ എടുക്കുന്നത്, ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആണ്, അതേപോലെ തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് LPDDR5 റാമോ അതേപോലെ UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടും ഉണ്ട്. ക്വാൾകോമിൻ്റെ ഏറ്റവും പവർഫുൾ ചിപ്പായ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പാണ്. അതേപോലെ ഇതിനകത്ത് ഗെയിമിംഗ് സെൻട്രിക് ആയ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വേപ്പർ ചേംബർ കൂളിംഗ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഉണ്ട്. നല്ല ഒരു വേപ്പർ ചേംബർ കൂളിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റ് ഡെസിപ്പേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഗെയിമിങ്ങിന് വേണ്ട അനുയോജ്യമായ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമുക്കറിയാം iQOO ഡിവൈസ് പൊതുവെ ഗെയിമിംഗ് സെൻട്രിക് ആണ്. ഇവിടെ നമുക്ക് അൾട്രാ ഗെയിം മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലോ ഒരുപാട് ഫീച്ചർ ഉണ്ട്. ഗെയിം വൈബ്രേഷൻ, 4D ഗെയിം വൈബ്രേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫ്രെയിം റേറ്റ് പ്രയോറിറ്റി, ബ്ലോക്ക് നോട്ടിഫിക്കേഷൻ, പിന്നെ ആക്സിഡൻ്റൽ ടച്ച് പ്രിവെൻഷൻ. നമ്മൾ ഗെയിമിംഗ് സൈഡ് ബാറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ടിപ്പിക്കൽ iQOO ഡിവൈസിൽ വരുന്ന എല്ലാ ഗെയിമിംഗ് ഫീച്ചേഴ്സും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു iQOO 9Tൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ വളരെ നല്ലൊരു പവർഫുൾ ഡിവൈസാണ് പറയാം. തീർച്ചയായിട്ടും നല്ലൊരു എന്താ പറയുക, നല്ലൊരു പാക്കേജാണ്. പ്രത്യേകിച്ച് 49,999 നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു പാക്കേജായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പാണ്, ഏറ്റവും പവർഫുൾ ആയ ചിപ്പാണ് ഇപ്പോൾ ആൻഡ്രോയിഡിനുള്ള. അപ്പോൾ അതാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസും ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു നല്ല എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് 4000 രൂപേൻ്റെ കാർഡ് ഓഫറും കൂടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 46,000 രൂപയ്ക്ക് ഇത് കിട്ടും. എനിക്ക് തോന്നുന്നു ഈ ഡിവൈസ് ഇത്രയും പവർഫുൾ ആയ ഡിവൈസ് ഡെഫിനറ്റ്ലി വേർത്താണെന്ന് പറയാം. ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 46,000 രൂപയ്ക്ക് വേർത്തി പാക്കേജാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. എങ്കിലും ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ കാര്യമായി പറയാം. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻസിൽ വളരെ ഇഷ്ടപ്പെട്ടു ഡിവൈസ്. നല്ല ഒരു പാക്കേജായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു iQOO 9Tൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്തത്. റിവ്യൂ നമ്മൾ ഡെഫിനറ്റ്ലി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Hope to see you in our next video. Have a great day.